ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡെയിലി വ്ലോഗായിട്ടാണ്. ഇതിൽ ഇന്നത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ മൊത്തത്തിൽ കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോ അല്ലേ. അപ്പോൾ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോൾ രാവിലെ തന്നെ ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, മെയിനായിട്ട് ഇന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റാനുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ ബെഡിൻ്റെ സൈഡിലുള്ള വിൻഡോയുടെ താഴെയായിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ എന്താ പറയുക, ഈ ചില സമയത്തെല്ലാം ചില സമയത്തല്ല, ഞാൻ എപ്പോഴും ബെഡ്ഷീറ്റ് മാറ്റുന്ന സമയത്ത് സാധാരണയായിട്ട് എന്തെങ്കിലും ഒരു മൈക്രോ ഫൈബറിൻ്റെ ഒരു ടവൽ വെച്ചിട്ടൊന്ന് തുടക്കുകയുള്ളൂ. ചില സമയത്ത് മാത്രം ഇതുപോലെ ഓൾ പർപ്പസ് ക്ലീനർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കും കേട്ടോ. ഈ പൂച്ചക്കുട്ടിയുള്ളത് കാരണം അതും ഇടയ്ക്കൊക്കെ ഇവിടെയൊക്കെ വന്നിരിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കണ്ട. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റാനായിട്ടുണ്ട്. ഞാനില്ലേ ബെഡിൻ്റെ അടിയിലാട്ടാ എന്താ പറയുക, ബെഡ് ഫ്രെയിം വാങ്ങിക്കുമ്പോൾ ഞാൻ ആ സ്റ്റോറേജ് സ്പേസും കൂടി ഉള്ളതാണ് എപ്പോഴും വാങ്ങിക്കലിട്ട്. എപ്പോഴും എന്നല്ല, ഇതിന് മുമ്പ് ഇരുന്നതും എൻ്റെത് അങ്ങനത്തെ തന്നെ ബെഡായിരുന്നു. എനിക്കല്ലാണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വാർഡ്രോബിലൊക്കെ വേണമെങ്കിൽ ബെഡ്ഷീറ്റും ബെഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്കാമല്ലോ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ബെഡിൻ്റെ താഴെ തന്നെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത്, അതായത് ബെഡിലേക്ക് വിരിക്കാനും എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിൻ്റെ അടിയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണമായിട്ടോ എനിക്കിഷ്ടം. വാർഡ്രോബിനുള്ളിൽ വെക്കണതിനേക്കാളും ഇതാകുമ്പം എന്താ പറയുക, എടുക്കാനും എളുപ്പമുണ്ട്. നമുക്ക് എല്ലാം ഇങ്ങനെ എന്താ പറയുക വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇത് എൻ്റെ ഈ ഒരു ബെഡിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയേഴ്സ് പോലെ ആക്കുന്ന ടൈപ്പിലുള്ള സ്റ്റോറേജ് സ്പേസ് ആട്ടോ. എൻ്റെ പണ്ടത്തെ ബെഡിൻ്റെ ആണെങ്കിൽ, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ബെഡിൻ്റെ ആണെങ്കിൽ എന്താ ഇങ്ങനെ നമ്മൾ പൊക്കില്ലേ, ബെഡിങ്ങനെ പൊക്കിയിട്ട് അതിനുള്ളിൽ സ്റ്റോർ ചെയ്യുന്ന ആ രീതിയിലുള്ളതായിരുന്നു. പക്ഷെ കൂടുതൽ ഈസി ആയിട്ടുള്ളത് ഇങ്ങനെ ഡ്രോയേഴ്സ് പോലെയുള്ള സ്റ്റോറേജ് സ്പേസ് ഉള്ള ഇതാട്ടാ. മറ്റേതിനെക്കാട്ടിലും മറ്റേത് ഓക്കെയാണ്, പക്ഷെ എന്നാലും അതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ഈസി യൂസ് ചെയ്യാനായിട്ട് ഈ ഡ്രോയേഴ്സ് പോലെയുള്ള സ്റ്റോറേജ് സ്പേസ് ആട്ടാ ബെഡിൻ്റെ ഉള്ളിൽ. പനിയൊക്കെ ആയിട്ട്, പനി ഉണ്ടായിരുന്നില്ല, കോൾഡൊക്കെ പിടിച്ചിട്ട് എൻ്റെ സൗണ്ടൊക്കെ നല്ലോണം പോയിരിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മേ ബി ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ അത് എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. ബെഡ്ഷീറ്റ് വിരിക്കുന്നതിന് മുന്നേ ആയിട്ട് മാട്രസ് പ്രൊട്ടക്ടറിൻ്റെ മുകളിൽ ഉള്ള പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ഹാൻഡ് വാക്യൂം ക്ലീനറാണ് യൂസ് ചെയ്യണത്. ഇത് സാധാരണയായിട്ട് ബെഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഈ ഒരു പ്രൊട്ടക്ടറിൻ്റെ മുകളിൽ ക്ലീൻ ചെയ്യണു. ഇത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ബെഡിലേക്കും ഇല്ലേ മാട്രസിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. സോഫ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെ എല്ലാത്തിലും ഈ ഒരു വാക്യൂം ക്ലീനർ ഞാൻ യൂസ് ചെയ്യൽ ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കാര്യം. അത് നമുക്കിത് യൂസ് ചെയ്തതിന് ശേഷം ഇതിൽ പൊടി ഒക്കെ ആവുമല്ലോ, ഉള്ളിലേക്ക് പൊടിയൊക്കെ വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്കിങ്ങനെ സാധാരണ ചെയ്യണ പോലെ തന്നെ റിമൂവ് ചെയ്തിട്ട് കളയാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ളൊരു വാക്യൂം ക്ലീനറാട്ടോ ഇത്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ മാട്രസ് പ്രൊട്ടക്ടറിൻ്റെ മുകളിലായിട്ട് വേറെ ഒന്നും ചെയ്യണില്ല. ബെഡ്ഷീറ്റ് ഡയറക്റ്റ്ലി വിരിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതുപോലെ ഡ്യൂവയൊക്കെ ഞാൻ എന്താ പറയുക കഴുകിയതല്ല, ഡ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉണങ്ങിയതിന് ശേഷം അതൊന്ന് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ വരില്ലേ, ഈ ഒരു സ്റ്റിക്കർ വരുന്ന ഭാഗം താഴെ ആക്കിയിട്ട് താഴത്തെ ഒരു കോർണറിൽ അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബെഡ്ഷീറ്റ് നമ്മൾ വിരിക്കുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റിൽ വരും കേട്ടോ. ഇത് ഒരുപാട് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു ഈ ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് ഒക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അവരതിൽ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഈ ഫിറ്റഡ് ഷീറ്റ്സ് ഒക്കെ വിരിക്കുമ്പോൾ അത് എന്താ പറയുക ഒരു ഷേപ്പില്ലാണ്ടൊക്കെ ഇരിക്കില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടാവുമല്ലോ. ഫിറ്റഡ് ഷീറ്റ് ഇരിക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് അങ്ങനെ വരാമല്ലോ. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഞാൻ ചെയ്തതിന് ശേഷം കറക്റ്റ് വരും കേട്ടോ എനിക്ക്.
ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം അതാ ഈ ഒരു ബെഡ് ടക്കർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആമസോണിലെല്ലാം കിട്ടും കേട്ടോ. ഈ ഒരു സാധനം വെച്ചിട്ട് ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരുപാട് മുന്നേ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ് ടക്കറിൻ്റെ റിവ്യൂ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഞാനിത് എല്ലാ റൂമിലെ ബെഡിലേക്കും ഈ ഒരു സാധനം എന്താ പറയുക, ബെഡ് ശരിയാക്കുമ്പോഴും ഈ ഒരു സാധനം ബെഡ്ഷീറ്റ് വിരിക്കുമ്പോഴും ഈ ഒരു സാധനം യൂസ് ചെയ്യലുണ്ട്. നല്ല അടിപൊളി യൂസ്ഫുൾ ആട്ടോ. ഇത് നമുക്ക് കൈ കൊണ്ടൊക്കെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണതിനെക്കാട്ടും ഇതാകുമ്പോൾ കറക്റ്റ് ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. നമ്മുടെ കൈ ഒന്നും വേദനിക്കുന്നില്ല. പിന്നെ ഇത് ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. നല്ല ഭംഗിയിൽ അത് ഇരിക്കുകയും ചെയ്യും കേട്ടോ. ബെഡ്റൂമിൻ്റെ ക്ലീനിങ്ങും ബെഡ്ഷീറ്റ് വിരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിച്ചണിൽ ഉള്ള ജോലികളാട്ടോ. ലഞ്ച് ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ ഇതാ എന്താ പറയുക, ലോണ്ട്രി പോട്ട്സും അതുപോലെ ഡിഷ് വാഷറിലേക്ക് യൂസ് ചെയ്യുന്ന ടാബ്ലറ്റ്സും ഒക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ട്. സ്റ്റോർ ചെയ്ത് വെക്കാന്ന് പറയുമ്പോൾ ഞാൻ ഈ വലിയ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലത്തെ ചെറിയ കണ്ടെയ്നേഴ്സിലാക്കി വെക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. മറ്റേ ആ ഒരു വലിയ കവറൊക്കെ ആകുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് യൂസ് ചെയ്യുമ്പം ഡിഫിക്കൽട്ട് അല്ലേ ആകെ. പിന്നെ മാത്രമല്ല, നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു വലിയ വലിയ പാക്കറ്റ്സിൽ കിച്ചണിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിഞ്ഞ് വാരിയിട്ടല്ലേ ഉണ്ടാവുക. എന്താ പറയുക, ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ കാണുമ്പോൾ. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ വലിയ വലിയ പാക്കറ്റ്സ് നിന്ന് എടുത്തിട്ട് ചെറുതായിട്ട് ഉള്ള ഏതെങ്കിലുമൊക്കെ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് കിച്ചണിൽ ഡെയിലി ആക്സസ് ചെയ്യാൻ പാകത്തിന് അങ്ങനെ വെക്കൂട്ടാ. എനിക്കതാ കൂടുതൽ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, ഈ ലോണ്ട്രി പോട്ട്സൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലെങ്ങാനും നനവൊക്കെ ഉണ്ടെങ്കിൽ വലിയ പാക്കറ്റിലേക്കൊക്കെയാണ് നമ്മൾ അത് എങ്ങാനും ചെറിയൊരു എന്താ പറയുക വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ഇത് അലുത്തു പോവും ഈ ടാബ്ലറ്റ്സ് പെട്ടെന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൾക്കായിട്ട് അങ്ങനെ ഇരിക്കുന്നതിൽ നിന്ന് കൈ കൊണ്ട് അങ്ങനെ എടുക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെറിയ ഇതിൽ സ്റ്റോർ ചെയ്യും. അത് മാത്രമല്ല, ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കൈകൊണ്ട് എടുക്കാൻ പാകത്തിനുള്ള സൈസിലുള്ള കണ്ടെയ്നേഴ്സ് ആട്ടാ. അപ്പോൾ ഞാനങ്ങനെയാണ് എപ്പോഴും ചെയ്യൽ. അപ്പോൾ അതൊക്കെ ഒന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റീസ്റ്റോർ ചെയ്യാണ്. ഇനിയിപ്പോൾ ഉച്ചക്കിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. ഇന്നിപ്പോൾ അങ്ങനെ ചോറും കറികളും ഉണ്ടാക്കണില്ല. ഞാനൊരു തന്തൂരി ചിക്കനും പിന്നെ പനീർ കൊണ്ടുള്ള ഒരു റെസിപ്പിയും സാലഡ്സും അങ്ങനെ മാത്രമാണ് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ തന്തൂരി ചിക്കൻ നല്ലൊരു അടിപൊളി ഒരു റെസിപ്പി കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യണ ഒരു റെസിപ്പി ആയത്. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ ഈ ചൂടാക്കി എടുക്കുന്നത് നമ്മുടെ കസൂരി മേത്തി ഇല്ലേ, അതാട്ടാ. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാമെന്ന് വെച്ചിട്ട്. കാര്യം അങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലേവർ നല്ലോണം കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ള കാര്യം എന്താ പറയുക, ഒരു ചിക്കനിലേക്ക് ചേർക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ്.
ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണയായിട്ട് നമ്മൾ മറ്റേ കട്ടയായിട്ടുള്ള തൈര് അല്ലേ യൂസ് ചെയ്യുക തന്തൂരി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ. ഞാനിപ്പോൾ സാധാരണ യോഗട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ടാ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ ആവശ്യത്തിന് ഉള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് പെപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ യൂസ് ചെയ്യാട്ടോ. നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ ഫുഡ് കളർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു പെപ്രിക്ക പൗഡർ ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒരു കളർ കിട്ടും കേട്ടോ. അപ്പം ഞാൻ സാധാരണയായിട്ട് ഫുഡ് കളർ യൂസ് ചെയ്യണത് വളരെ കുറവാട്ടോ. വളരെ കുറവെന്നല്ല, തീരെ ഇല്ല എന്ന് തന്നെ പറയാം. എൻ്റെ അടുത്ത് ഫുഡ് കളർ ഉണ്ട്, പക്ഷേ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. ഞാൻ യൂസ് ചെയ്യലില്ല തീരെ. പിന്നെ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളത് ക്യുമിൻ പൗഡറാണ്, നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചിട്ട് അതിൻ്റെ പൊടിയിട്ടാ. പിന്നെ ഇതിലേക്ക് ഉപ്പും ഗരം മസാല ഒരു 3/4 ടീസ്പൂൺ എല്ലാം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും ഈ ഒരു റെസിപ്പിയിലേക്ക് നമ്മുടെ ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഗരം മസാലയില്ലേ അത് ചേർത്ത് കൊടുക്കണേ ഏറ്റവും ടേസ്റ്റ്. പക്ഷെ എൻ്റെ അടുത്ത് ഇതില്ല. നമ്മൾ ഡെയിലി നമ്മുടെ കേരള ഗരം മസാല അല്ലേ നമുക്ക് ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പൊടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു കേരള ഗരം മസാല. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളടുത്ത് നോർത്ത് ഇന്ത്യൻ ഗരം മസാല ഉണ്ടെങ്കിൽ നിങ്ങളത് ചേർത്ത് കൊടുത്ത് നോക്കൂ. അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാട്ടോ. കുറച്ച് നാരങ്ങ നീരും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് ഓയിലാട്ടാ. കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിൽ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കലുണ്ട്. ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റിൽ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കസൂരി മേത്തി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക റെഡിയാക്കിയ മസാലയിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കും കേട്ടോ. ഫ്രീസറിലേക്കല്ല, ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കും. അതൊന്ന് കവർ ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക്, എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാക്കുന്നതിനെക്കാട്ടും ഇത് കുറച്ച് നേരം ഇത് ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ കൂടുതൽ വെക്കാൻ പറ്റി അത്രയും നല്ലതാട്ടോ. എനിക്കിപ്പോൾ സമയമില്ല, 1 മണിക്കൂറൊക്കെ എടുക്കാനേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ആ ഒരു നേരം ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കും. ഉണ്ടാക്കുന്നത് തന്തൂരി ചിക്കൻ ഞാൻ ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിലാണ്. ഞാനിത് ഓവനിൽ ഉണ്ടാക്കലുണ്ട്. ഈ ഒരു സെയിം റെസിപ്പി തന്നെ ഓവനിൽ ഉണ്ടാക്കലുണ്ട്. ഇപ്പം ഞാൻ എയർ ഫ്രയറിൽ കുറച്ചല്ലേ ഉള്ളൂ, അപ്പം ഞാൻ പെട്ടെന്ന് എയർ ഫ്രയറിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. എന്താ പറയുക, എനിക്ക് രണ്ടും ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അവനിൽ ചെയ്യുന്നതും എയർ ഫ്രയറിൽ ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ ഈ ഒരു എയർ ഫ്രയറിൽ നമുക്ക് ആ ഒരു മോഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു മോഡിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യാട്ടോ. ഓരോ എയർ ഫ്രയറിനും ഉണ്ടാവുമല്ലോ ഓരോ ഓപ്ഷൻസ്. ഇപ്പോൾ ഗ്രിൽ ചെയ്യാനും ബേക്ക് ചെയ്യാനും അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്യാനും അങ്ങനെയൊക്കെ ഓരോ ഇതില്ല ഓപ്ഷൻസ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്തുള്ളതിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എയർ ഫ്രയറിലേക്ക് ഞാൻ ചിക്കൻ്റെ പീസസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാധാരണയായിട്ടൊരു പേപ്പർ ലൈനറിലെ അത് വെക്കലുണ്ട്. ഞാൻ ഇന്ന് വിട്ടുപോയി. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സാധാരണയായിട്ട് അത് വെക്കേണ്ടതായിട്ട്. അപ്പം നമ്മുടെ എയർ ഫ്രയർ ഒന്നും അങ്ങനെ അധികം പൊട്ടയൊന്നും ആയിട്ടുണ്ടാവില്ല. ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഡയറക്റ്റായിട്ടാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത്. ചിക്കൻ വെച്ചതിന് ശേഷം 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ റെഡി ആവണ ആ ഒരു നേരം കൊണ്ട് ഇതിലേക്കുള്ള ഒരു മിൻ ചട്നിയില്ലേ അതൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലെൻഡറിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വളരെ ചെറുതിട്ടാ, പിന്നെ 1-2 ക്ലോസ് ഗാർലിക്കും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആട്ടോ ഇത്തവണ ഞാൻ എടുത്തിട്ടില്ല, അത് കാരണം 2 ക്ലോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയതൊക്കെ എടുക്കുകയാണെങ്കിൽ 2 മതിയാവുമായിരിക്കും. പിന്നെ ഇതിലേക്ക് മിൻറ്റ് ലീവ്സും അതുപോലെ തന്നെ നമ്മുടെ മല്ലിൻ്റെ ഇലയിലെ അതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, മിൻറ്റ് കുറവും മല്ലിൻ്റെ ഇല കൂടുതലും, ക്വാണ്ടിറ്റി കൂടുതലും, അങ്ങനെയാട്ടാ ഞാൻ എടുക്കൽ. ഇതിനിടയ്ക്ക് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ഞാൻ എയർ ഫ്രയർ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ബട്ടറില്ലേ, മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇത് എയർ ഫ്രയറിൽ വെച്ച് ഓൺ ചെയ്യും കേട്ടോ. ഒരു ചട്നിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീര് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതി, തൈരും കൂടി ചേർക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഒരു അരമുറി നാരങ്ങേൻ്റെ നീര് എല്ലാം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ആ യോഗട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നമ്മുടെ എന്താ പറയുക ക്യൂമിൻ പൗഡറില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ളു മാത്രം. അതുപോലെ തന്നെ നമ്മുടെ ചാട്ട് മസാലയില്ലേ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കുറച്ചല്ലേ ക്വാണ്ടിറ്റിയിലല്ലേ ഉണ്ടാക്കണുള്ളൂ, അപ്പോൾ ഈ ഒരു ബ്ലെൻഡർ ആട്ടാ യൂസ് ചെയ്യുന്നത്. ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഞാനുണ്ടല്ലോ ഇന്ന് കുറച്ച് കൂടുതൽ റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതായത് ആ ഒരു 20 മിനിറ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു 3 മിനിറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ മോൾ ഭാഗം അങ്ങനെ ഒരു കരിഞ്ഞിട്ടല്ല, നല്ലോണം റോസ്റ്റായിട്ട് ആ ഒരു സ്മോക്കി ഫ്ലേവർ വരില്ലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഇത്ര ഡാർക്കാക്കി എടുക്കലില്ല. അങ്ങനെ നമുക്ക് ചില ദിവസങ്ങൾ കഴിക്കാൻ തോന്നില്ലേ, അങ്ങനെ ആക്കിയിട്ട് കഴിക്കണം എന്നൊക്കെ തോന്നില്ലേ, അങ്ങനെയുള്ളപ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറ്. പിന്നെ ഇപ്പോൾ ഇതാ ഞാനിതൊരു കാസ്റ്റ് അയണിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ചാട്ട് മസാലയില്ലേ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു നുള്ളു മതിയിട്ട്, അപ്പോൾ ഈ ഇത്രയും ഒരു ചിക്കനിലേക്ക് ഒരു നുള്ളല്ല, അത്ര മാത്രമാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം അലുമിനിയം ഫോയിൽ എന്താ പറയുക ക്ലോസ് ചെയ്യാം, എന്നിട്ട് കവർ ചെയ്തതിന് ശേഷം ഇനി ഈ ഒരു ലിഡ് വെച്ചിട്ട് ഇതൊന്ന് ഈ ഒരു പാത്രം ഒന്ന് അടച്ചേക്കാം കേട്ടോ. ഇതൊരു 10 to 15 മിനിറ്റ് എല്ലാം ഇങ്ങനെ തന്നെ വെക്കാനൊക്കെ ഉണ്ട്, ഇങ്ങനെ തന്നെ വെക്കുക. സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാൻ ഇങ്ങനെ മിക്കപ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. ഉണ്ടാക്കിയ ഉടനെ തന്നെ എയർ ഫ്രയറിന് എടുത്തിട്ട് അങ്ങനെ തന്നെ കഴിക്കലില്ല. അതിപ്പോൾ ഓവനായാലും പെട്ടെന്ന് തന്നെ കഴിക്കുന്നതിനെക്കാട്ടും ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് കഴിക്കൂട്ടാ. എന്ന് വെച്ചിട്ട് ഒരുപാട് നേരം വെക്കാൻ പാടില്ല, അത് തണുത്തു പോവും. കുറച്ച് നേരം 10 മിനിറ്റ് അങ്ങനെയല്ല. അപ്പോൾ ഇതാ ചട്നി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇരിക്കണില്ലേ അത് പനീറാട്ടാ, പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. കുറച്ച് വെജിറ്റബിൾസും പിന്നെന്താ തൈരും ഉള്ളി എന്ന് വെച്ചാൽ നമ്മുടെ വെല്ലുള്ളി വലുതാക്കി കട്ട് ചെയ്തിട്ട് അതും കസൂരി മേത്തി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു പനീർ കൊണ്ടിട്ടുള്ള ഒരു സാധനം കേട്ടോ. അതിൻ്റെ പേരെനിക്കറിയില്ല, ഞാൻ വെറുതെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യണത്. അത് എന്താ പറയുക, ഇവിടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പനീർ കഴിക്കാനായിട്ട്, അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക ചില്ലിയിലെ ഹലപ്പിനിയോസ് അത് കുറച്ച് എടുക്കുന്നുണ്ട്. എനിക്ക് തന്തൂരി ചിക്കൻ്റെ കൂടെ ഇങ്ങനത്തെ പിക്കിൾഡ് ഐറ്റംസ് ഇല്ലേ, ഹലപ്പിനിയോസ് പിന്നെ ഒലീവ്സ് ഒക്കെ, അതൊക്കെ കഴിക്കാൻ ഇഷ്ടമാട്ടോ. അപ്പോൾ അതും കൂടി കുറച്ചൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഈ ഒരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ലൊരു റെസിപ്പി അത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.